ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ എൻ്റെ വാച്ച് റിപ്പയർ ചെയ്യാൻ വേണ്ടി നാട്ടിലെ കുഞ്ചത്തൂരിലെ ഒരു വാച്ച് റിപ്പയർ കടയിലേക്ക് പോകുന്നു. എൻ്റെ വാച്ച് ആ റിപ്പയറിൻ്റെ ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നു. സമയമായി സംസാരിക്കുന്ന, വൃത്തിയായി റിപ്പയർ ചെയ്യുന്ന ആ ചേട്ടൻ ആ പണി തുടരുന്നു. ആ സമയത്ത് എൻ്റെ മൊബൈൽ കൊണ്ട് ഞാൻ ആ റിപ്പയർ ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഷോപ്പ് അവിടെ ചുമലിൽ ചാരിയിരിക്കുന്ന ക്ലോക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നു. എനിക്കപ്പോൾ ഒരു ആശയം തോന്നി. ഈ സമയം എന്നു മുതലാണ് നമ്മൾ കാൽക്കുലേഷൻ ആക്കാൻ തുടങ്ങിയത്. എൻ്റെ SCC മീഡിയ ഓൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക. സമയത്തിനെ പറ്റി ഡെഫിനിഷൻ പറയുന്നത്, ഇപ്പോൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ഡോക്ടർമാർ, ആ മേഖലയിലുള്ളവർ, ആരോഗ്യ മേഖലയിലുള്ളവർ, അവർ ജീവിതവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യകരമായി ബന്ധപ്പെട്ട് ടൈം ഈസ് ലൈഫ് എന്ന് പറയും. വാട്ട് ഈസ് ടൈം എന്ന് പറയുമ്പോൾ ടൈം ഈസ് ലൈഫ് എന്ന് പറയും. സാമ്പത്തികമായ മേഖലയിലുള്ളവർ, ബിസിനസ് ചെയ്യുന്നവർ, എന്റർപ്രണർമാർ, അവർ പണമായി ബന്ധപ്പെടുത്തിയായിരിക്കും സമയത്തിന് ഡെഫിനിഷൻ പറയുന്നത്. വാട്ട് ഈസ് ടൈം എന്ന് പറയുമ്പോൾ ഈ ബിസിനസ്മാൻമാർ പറയും, സമയം കൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കാം, അതുകൊണ്ട് ടൈം ഈസ് മണി എന്ന് പറയും. തത്വചിന്തകന്മാർ, ഫിലോസഫിയന്മാർ, അവരെന്താണ് പറയുന്നത്? അവർ പല രീതിയിലും അതിനെ ആഖ്യാനിക്കും. ചെറിയ കുട്ടികൾ അവർ പറയും, പിഞ്ചോമന മക്കൾ, അവർ പൂമ്പാറ്റകളെ പോലെ പാറിക്കളിക്കുന്നവരാണ്, അവർക്ക് സമയത്തിൻ്റെ ആവശ്യമില്ല. മാനസിക വൈകല്യമുള്ളവർ, ഭ്രാന്തന്മാർ എന്ന് നമ്മൾ പറയുന്നവർ, അവർക്കും സമയത്തിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥ ജീവിക്കുന്ന, ബോധമുള്ളവർ ജീവിക്കുന്ന മനുഷ്യർക്ക് സമയം നിർബന്ധമായും വേണം. കാരണം നമ്മൾ എല്ലാ ദൈനംദിന ജീവിതവും രാത്രി ഉറങ്ങിയത് മുതൽ രാവിലെ എണീക്കുന്നത് വരെ, എണീച്ചതിന് ശേഷം രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് സമയബന്ധിതമാണ് നമ്മുടെ ജീവിതം. നമ്മൾ എണീക്കുന്നു, നമ്മൾ ഇത്ര സമയത്ത് ജോലിക്ക് പോകുന്നു, ഇത്ര സമയത്ത് നമ്മൾ ഓഫീസിലെത്തണം, ഇത്ര സമയത്ത് നമ്മൾ പണിയുടെ സ്ഥലത്തെത്തണം, ഇത്ര സമയത്താണ് നമ്മുടെ ബസ് വരുന്നത്, ആ സമയത്ത് നമ്മൾ എത്തണം. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഇത്ര സമയത്താണ്, അവർ സ്കൂൾ തുടങ്ങുന്നത്, ആ സമയത്ത് അവിടെ എത്തണം. തിരിച്ചു വരുമ്പോൾ ഇത്ര സമയമാകുന്നു. അവർക്ക് ടൈം ടേബിൾ സമയം വെച്ചാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് ആണെങ്കിലും ആ സമയത്ത് അത് പുറപ്പെടുകയുള്ളൂ. ട്രെയിൻ വരുന്നത് ഈ സമയത്തായിരിക്കും. ചിലപ്പോൾ സാങ്കേതികമായി അത് ബുദ്ധിമുട്ടിയാലേ അത് വൈകുകയുള്ളൂ. ആ സമയത്ത് എത്തിയില്ലെങ്കിൽ നമ്മളെ കാക്കുകയില്ല, അത് പോകും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സമയം കാൽക്കുലേഷൻ ചെയ്തില്ലെങ്കിൽ മനുഷ്യജീവിതം കൃത്യമായി മുന്നോട്ട് പോകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ സമയം നമ്മുടെ രാജ്യങ്ങൾ എന്നു മുതലെയാണ് കാൽക്കുലേഷൻ ആക്കാൻ തുടങ്ങിയത്. 1800 കാലഘട്ടങ്ങളിൽ അന്ന് ഏറ്റവും മേധാവിത്വമുള്ള രാജ്യമായ ഇംഗ്ലണ്ടിലാണ്. ഈ ഇംഗ്ലണ്ടിൽ ഒരു ഏറ്റവും വലിയ യോഗം കൂടുകയും മീറ്റിംഗ്, ഒരു 46 രാജ്യങ്ങളോടുകൂടി അവിടെ മീറ്റിംഗ് കൂടുകയും ആ രാജ്യത്ത് തന്നെ, ഇംഗ്ലണ്ടിൽ തന്നെ ഭൂമധ്യരേഖ ഉണ്ടാക്കുകയും, ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറയും, അങ്ങനെ ഉണ്ടാക്കുകയും അത് മുഖേനയാണ് നമ്മുടെ രാജ്യങ്ങളുടെ ഈ സമയത്തെ ക്രമീകരിക്കുന്നത്. ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ക്രമീകരണമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ UP-യിലാണ് ആ മധ്യരേഖയുടെ ക്രമീകരണം. അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയിലെ, ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ സമയങ്ങൾ വ്യത്യസ്തമാണ്. രാത്രികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ രാത്രി ആയിരിക്കാം, നമ്മളിപ്പോൾ പകലിലാണുള്ളത്. അതുപോലെ തന്നെ അറബി രാജ്യങ്ങൾ, GCC രാജ്യങ്ങളിൽ മണിക്കൂറിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഈ ഭൂമിയിലുള്ള രാജ്യങ്ങളിലൊക്കെ, 300 ചില്ലറ രാജ്യങ്ങളിലൊക്കെ സമയത്തിൻ്റെ വേരിയേഷനുകളുണ്ട്. അത് ഭൂമിയുടെ കറക്കം കൊണ്ടാണ്. നമ്മൾ ഒരു മിനിറ്റ്, അന്നത്തെ ക്ലോക്കൊക്കെ നമുക്കറിയാം. നമ്മൾ പഴയ കാലം നമ്മളെ ഓർമ്മകളിൽ ശബ്ദം കേൾക്കുന്ന ആ പെൻഡുലം കറങ്ങുന്ന ആ ക്ലോക്കാണ്. അതിൻ്റെ ശബ്ദം നമുക്ക് ഇപ്പോഴും ആ മനസ്സിൽ നമ്മൾക്ക് കേൾക്കുന്നു. ഒരു പ്രാവശ്യം പെൻഡുലം കറങ്ങിയാൽ 1 സെക്കൻഡാണ്. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളും, നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ, നമുക്ക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ആ ഉപകരണങ്ങൾക്കും നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട എല്ലാ സ്കാനിങ് മെഷീനുകൾക്കും, നമ്മുടെ ഹൃദയത്തിൻ്റെ പൾസ് അറിയുന്ന മെഷീനുകൾക്കും, അതിനൊക്കെ സെക്കൻഡിനെ അനുസരിച്ചായിരിക്കും. അത് ആ സെക്കൻഡ് എന്നുള്ള കണ്ടുപിടുത്തത്തിന് ഏറ്റവും മൈക്രോ സെക്കൻഡിനെ അളക്കാൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളും ക്ലോക്കുകളൊക്കെ ഇപ്പോൾ ഇന്നുണ്ടായി. ഈ സമയം അത്ര നമുക്ക് മനുഷ്യർക്ക് ഒഴിച്ചുകൂടാനാത്ത സംഭവമാണ് ഈ സമയം. ഈ സമയത്തെ ക്രമീകരിച്ച നാഥൻ, പ്രപഞ്ചനാഥൻ, എല്ലാ മനുഷ്യർക്കും, ഒരു സൃഷ്ടിക്ക്, ഏത് സൃഷ്ടിയാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ, ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിക്കും തുടക്കവും ഈ പ്രപഞ്ചത്തിനും ഒടുക്കമുണ്ട്. അതുകൊണ്ട് നമ്മൾ മനുഷ്യർ കാൽക്കുലേഷൻ ചെയ്ത ഈ സമയം, ഈ പ്രപഞ്ചത്തിനല്ലാത്ത സമയവും വ്യത്യസ്ത ഗാലക്സികളിൽ വ്യത്യസ്ത സമയം, നമ്മുടെ ചലനത്തിൻ്റെ വ്യത്യസ്ത അനുസരിച്ചാണ് സമയത്തിൻ്റെ കാൽക്കുലേഷനും അളക്കുന്നത്. ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതുവരെ ഉള്ള സമയത്തിൻ്റെ നമ്മൾ കാൽക്കുലേഷൻ മാറി ആ തിയറി വരുമ്പോൾ, അങ്ങനെ പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകുമ്പോൾ ആ വേഗതയനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ സാധനം ഇപ്പോൾ ഏറ്റവും സ്പീഡിൽ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നു, അതിനേക്കാൾ പ്രകാശവേഗത്തിൽ കൊണ്ടുപോകാനുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നു. അപ്പോൾ മനുഷ്യരുടെ സൗകര്യം കൂടുന്നത് കൊണ്ട് അവൻ സ്പീഡാകുന്നു, അവൻ സമയം മതിയാകാതെ വരുന്നത് മെൻറ്റാലിറ്റിയാണ്. സമയം അന്നും ഇന്നും ഒരുപോലെയാണ്.
സെക്കൻഡുകളാണ്, മിനിറ്റുകളാണ്, മണിക്കൂറുകളാണ്, ദിവസങ്ങളാണ്, ആഴ്ചകളാണ്, മാസങ്ങളാണ്. ഇതൊക്കെ മനുഷ്യൻ കണക്ക് പിടിച്ച കാര്യങ്ങളാണ്. ഈ മാസങ്ങൾ, വർഷങ്ങൾ നൂറ്റാണ്ടുകളാകുന്നു. അത് കാലാകാലങ്ങൾ അങ്ങനെ തുടർന്നു പോകുന്നു. പക്ഷേ ഈ നാനോ സെക്കൻഡും അതുപോലെ തന്നെ സ്പീഡിൻ്റെ വേഗതയും ചലനം അനുസരിച്ച് മാറുമ്പോൾ മനുഷ്യൻ്റെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൂടുമ്പോൾ അവന് സമയം മതിയാകാതെ വരുന്നു. പക്ഷേ ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന, സംവിധാനിക്കുന്ന, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥൻ, അവൻ്റെ സ്തുതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.